രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങനെ എങ്ങും വ്യാപിക്കുന്നവൻ, വ്യാപിച്ചു നിൽക്കുന്നവൻ, അതാണ് വിഷ്ണു. എങ്ങും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന ദശരഥ ശബ്ദത്തിന് വ്യംഗ്യമായിരിക്കുന്ന അർത്ഥം. എങ്കിൽ മാത്രമേ എങ്ങും ഒരേ സമയം തേരോടിക്കാൻ പറ്റൂ. എങ്ങും വ്യാപിക്കുന്നവൻ. അങ്ങനെ രാമൻ മഹാവിഷ്ണുവാണ് എന്നറിയണം. മാം വിദ്ധി ജനകാത്മജാം, ജനകനന്ദിനിയായിരിക്കുന്ന സീത ലക്ഷ്മി ഭഗവതിയാണ്, മാ ആണ് ലക്ഷ്മി ഭഗവതിയാണ് എന്നറിയണം. രാമനാകുന്ന മഹാവിഷ്ണുവും ലക്ഷ്മി ഭഗവതിയാകുന്ന സീതയും എവിടെയാണോ വസിക്കുന്നത് അത് കാടായിക്കൊള്ളട്ടെ. ആ കാട് അയോധ്യയാണ് എന്നറിയണം. വൈകുണ്ഠം തന്നെയാണ് എന്നറിയണം. ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഇടം വൈകുണ്ഠം, അയോധ്യയാണ്. അങ്ങനെ രാമന്റെയും അഥവാ വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും നിറഞ്ഞ സാന്നിധ്യമുള്ള വൈകുണ്ഠമാണ് അടവി എന്നറിയണം. അയോധ്യാം അടവിം വിധി, അടവി അയോധ്യയാണ് എന്നറിയണം, വൈകുണ്ഠമാണ് എന്നറിയണം. അല്ലയോ കുഞ്ഞെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നീ യഥാസുഖം രാമനോടൊപ്പം സീതയോടൊപ്പം അവർ വസിക്കുന്ന ആ ഇടത്തിലേക്ക് പൊയ്ക്കൊള്ളുക. രാമം ദശരഥം വിധി. അല്ലയോ ലക്ഷ്മണ, ദശരഥൻ ആണ് രാമൻ എന്ന് അറിഞ്ഞുകൊള്ളണം. മാം വിദ്ധി ജനകാത്മജാം, ഞാനാണ് ജനകനന്ദിനി എന്നറിഞ്ഞുകൊള്ളണം. അതേപോലെ തന്നെ ഈ കാനനം അയോധ്യയാണ് എന്നറിഞ്ഞുകൊള്ളണം. ഇതറിഞ്ഞുകൊണ്ട് അല്ലയോ കുഞ്ഞെ നീ കാനനത്തിലേക്ക് രാമനോടൊപ്പം പോയിക്കൊള്ളുക. എപ്പോഴാണോ ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോകുന്നത് ആ അവസരത്തില് ദശരഥൻ സ്ഥൂല ശരീരത്തെ വെടിയും രാമസ്വരൂപനായി ആത്മസ്വരൂപനായിട്ട് നിലനിൽക്കും. പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ ദശരഥൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമൻ കാനനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദശരഥൻ മരിക്കും എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ ദശരഥൻ രാമസ്വരൂപനായി ആത്മസ്വരൂപനായി മാത്രം കുടികൊള്ളും. കണ്ണുകൊണ്ട് കാണാവുന്ന സ്ഥൂല ശരീരത്തെ അദ്ദേഹം വിടും എന്നറിഞ്ഞുകൊള്ളണം. ആ അവസരത്തില് മാം വിദ്ധി ജനകാത്മജാം, എന്നെ നീ ജനകാത്മജ എന്നറിഞ്ഞുകൊള്ളണം. ആരാ ജനകൻ? വിദേഹൻ, ഞാൻ ശരീരമാണ് എന്നുള്ളതായ തെറ്റിദ്ധാരണ ഇല്ലാത്തവൻ, ആത്മജ്ഞാനത്തെ നേടിയവൻ എന്നർത്ഥം. അങ്ങനെ വിദേഹന്റെ സ്വഭാവം ഞാൻ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ ഇല്ലായ്മ, അത് എന്നിലും സംഭവിക്കും. ഞാൻ ശരീരമല്ല എന്നറിഞ്ഞ് ആത്മസ്വരൂപമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും എന്ന് അറിഞ്ഞുകൊള്ളുക. അല്ലയോ കുഞ്ഞെ, ആ അവസരത്തില് ഈ അയോധ്യ അടവിയെപ്പോലെ ആയിത്തീരും, കാടിനെ പോലെ ആയിത്തീരും. കാട് ഋഷിവാടങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്, തപസ്വികളെ കൊണ്ട് നിറഞ്ഞതാണ്, ബന്ധുജനങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്, സത്പുരുഷന്മാരെയും സത് വ്യക്തിത്വങ്ങളെയും കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെയുള്ളതായ ആ കാട് അയോധ്യ ആ കാട് ആയിത്തീരും എന്നറിഞ്ഞുള്ള ഇവിടെ ഋഷിമാര് വരും,
ദശരഥൻ ശരീരം വെടിയുമ്പോഴേക്കും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഋഷിമാര് ഇവിടെ എത്തിച്ചേരും എന്നറിഞ്ഞുകൊള്ള ഋഷിമാരെ കൊണ്ട് ഈ അയോധ്യ നിറയും എന്നറിഞ്ഞുകൊള്ള. എന്ന് മാത്രമല്ല, ദശരഥൻ ശരീരം വെടിഞ്ഞു കഴിയുമ്പോഴേക്കും അയോധ്യ ദുഃഖഭൂയിഷ്ടമായി തീരും എന്നുകൂടി അതിനർത്ഥമുണ്ട്. കാട് ദുഃഖങ്ങളുടെ വിളനിലമാണ്. ദുഃഖങ്ങൾ അവിടെ പതിയിരിക്കുന്നു. രാജ്യത്തിന് മുഴുവൻ രക്ഷിതാവായ ദശരഥൻ ശരീരം വെടിയുമ്പോഴേക്കും അയോധ്യ ദുഃഖത്തെ കൊണ്ട് നിറയും എന്നും അല്ലയോ ലക്ഷ്മണ നീ അറിഞ്ഞുകൊള്ളുക. വരാനിരിക്കുന്നതായ സംഭവത്തെ ഇവിടെ വ്യംഗ്യഭംഗിയില് ഈ വാക്കുകൾക്കകത്ത് സുമിത്ര ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു. ഇതറിഞ്ഞുകൊണ്ട് അല്ലയോ ലക്ഷ്മണ നീ രാമനോടൊപ്പം കാനനത്തിലേക്ക് പോയിക്കൊള്ളുക. രാമം ദശരഥം വിധി. രാമൻ ദശരഥനാണ് എന്നറിഞ്ഞുകൊള്ളണം. ദശരഥനെ പോലെയാണ് എന്നറിഞ്ഞുകൊള്ളണം. ദശരഥൻ രാക്ഷസന്മാരെല്ലാം തോൽപ്പിച്ച് ദേവലോകത്തെ രക്ഷിച്ചയാളാണ്. രാമനും ഈ ലോകത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ സംഹരിച്ചിട്ട് ദേവലോകം ഉൾപ്പെടെ ഈ 14 ലോകങ്ങളെയും രക്ഷിക്കും എന്നറിഞ്ഞുകൊള്ളുക. കാനനത്തിൽ എത്തിച്ചേർന്ന രാമൻ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കുന്നത് രാവണവധം ഉൾപ്പെടെ ഇവിടെ സൂചിതമായി കഴിഞ്ഞിരിക്കുന്നു. രാമൻ ദശരഥനെ പോലെയാണ്. രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കുന്നവനാണ്. ദേവലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എത്രയോ തവണ ഇന്ദ്രനാൽ ക്ഷണിക്കപ്പെട്ട ദശരഥൻ ദേവലോകത്തിലെത്തി അസുരന്മാരെ മുഴുവൻ സംഹരിച്ചു. രാമനും ദശരഥനെ പോലെയാണ്. രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കുന്നവനാണ് എന്നറിഞ്ഞുകൊള്ളണം. അല്ലയോ ലക്ഷ്മണ മാം വിധി ജനകാത്മജാം. ജനകനന്ദിനി എന്നെ പോലെയാണ് എന്നറിഞ്ഞുകൊള്ളണം. പതിവ്രതയാണ് എന്നറിഞ്ഞുകൊള്ളണം. രാവണനാൽ അപഹരിക്കപ്പെട്ടിട്ടും പാതിവ്രത്യത്തിന് യാതൊരു കുറവും വരാതെ രാമനിൽ തന്നെ സമർപ്പിതമായ മനസ്സോടുകൂടിയവളായിട്ട് കഠിന തപസ് ചെയ്യുന്നവളാണ് സീത എന്നറിഞ്ഞുകൊള്ളണം. അശോകവനത്തില് രാമനെ പിരിഞ്ഞ് ജീവിതത്തെ തപസ്സാക്കി മാറ്റിയ സീതയുടെ ആ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കഥ ഇവിടെ ഇതിനകത്ത് വ്യംഗ്യമര്യാദയില് സുമിത്രാദേവി ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ എപ്പോഴാണോ ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കുന്നത്, അതേപോലെ തന്നെ സീതാദേവി അതിന് ഒരു ഉപകരണമായിട്ട്, രാക്ഷസ സംഹാരത്തിനുള്ള ഉപകരണമായിട്ട് രാമന്റെ ആ മഹാകർമ്മത്തില് സഹായമരുളുന്നത്. അപ്പോൾ കാട്, അതിനു മുമ്പ് ഭയങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാട് അങ്ങേയറ്റം ആനന്ദമയമായി, ഭയഹീനമായി, തപോവനമായി തീരും സമ്പൂർണമായി എന്നല്ലയോ ലക്ഷ്മണ നീ അറിഞ്ഞുകൊള്ളൂ. അടവിയും അയോധ്യാം വിധി. അടവി കാട് അയോധ്യയായി തീരും. ആർക്കും ഒരു രാക്ഷസശക്തിക്കും ആരെയും ഉപദ്രവിക്കാൻ കഴിയാത്തതായ അങ്ങേറ്റം പ്രശാന്തമായ, എല്ലാ ഋഷിമാർക്കും സുഖമായിട്ട് തപസ് ചെയ്യാൻ അവസരമേകുന്ന അയോധ്യയായി മാറും കാട് പോലും എന്ന് അറിഞ്ഞുകൊള്ളുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലയോ ലക്ഷ്മണ നീ രാമനോടൊപ്പം കാനനത്തിലേക്ക് രാമസേവയ്ക്ക് വേണ്ടിയിട്ട് നീ പൊയ്ക്കൊള്ളുക. രാമം ദശരഥം വിധി. രാമൻ ദശരഥനാണ് എന്നറിഞ്ഞുകൊള്ളണം. ദശരഥൻ ചക്രവർത്തിയാണ്. ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ കാനനത്തിലേക്ക് പോകുന്നു, ശരി തന്നെയാണ്. പക്ഷേ രാമൻ അയോധ്യയിലേക്ക് മടങ്ങി വരും. അയോധ്യയിൽ മടങ്ങി വന്ന ഈ സിംഹാസനത്തിലിരുന്ന ദശരഥനെ പോലെ ചക്രവർത്തിയായിട്ട് ഈ ലോകത്തെ രക്ഷിക്കും എന്നറിഞ്ഞുകൊള്ളുക. രാമന്റെ കിരീടധാരണം ഇവിടെ ആ വാക്കുകൾക്കകത്ത് വ്യംഗ്യമര്യാദയിൽ ജ്വലിച്ചു നിൽക്കുന്നു. രാമം ദശരഥം വിധി. രാമൻ ദശരഥനെ പോലെ ചക്രവർത്തിയായിട്ട് കിരീടം വെച്ച്
ഈ ഉത്തരകോസലവും പ്രപഞ്ചം മുഴുവനും വാഴും എന്നറിഞ്ഞുകൊള്ളുക. മാം വിദ്ധി ജനകാത്മജാം, ജനകനന്ദിനിയായിരിക്കുന്ന സീത എന്നെ പോലെയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ആരാ ഞാൻ? ദശരഥന്റെ പത്നിയായിരിക്കുന്ന ചക്രവർത്തിനി. സീത ചക്രവർത്തിനിയായി വാഴും എന്ന് അറിഞ്ഞുകൊള്ളുക. രാമൻ ചക്രവർത്തിയാകുമ്പോ, രാമന്റെ പട്ടാഭിഷേകം നടക്കുമ്പോ സീത ചക്രവർത്തിനിയായിട്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുമെന്നറിഞ്ഞുകൊള്ളുക. അയോധ്യാം അടവിയും വിധി. ആ അവസരത്തില് ഈ അയോധ്യ ഉണ്ടല്ലോ, അടവിയെ പോലെ ആയിത്തീരും, കാടുപോലെ ആയിത്തീരും. കാടുകളില് വാനരങ്ങളുണ്ട്, കാടുകളില് രാക്ഷസന്മാരുണ്ട്. ലങ്കയിൽ നിന്നിട്ട് രാമന്റെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിഭീഷണന്റെ നേതൃത്വത്തിൽ രാക്ഷസന്മാര്, സാത്വിക പ്രകൃതികളായ രാക്ഷസന്മാര് വന്നതും, സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരന്മാരെല്ലാവരും എത്തിച്ചേർന്നതും ഇവിടെ വ്യക്തമായിട്ട് വ്യഞ്ജിപ്പിച്ചു വച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ശ്രീരാമ പട്ടാഭിഷേകത്തിലെ വിശ്വദർശനം ഇതിനകത്ത് വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു. അയോധ്യാം അടവിയും വിധിയും എന്നിടത്ത് പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ മനുഷ്യരും, എല്ലാ മൃഗങ്ങളും, എല്ലാ പക്ഷികളും, എല്ലാ വൃക്ഷങ്ങളും, എല്ലാ വള്ളികളും, നദികളും, പർവ്വതങ്ങളും, സമുദ്രങ്ങളും, സൂര്യേന്ദ്ര നക്ഷത്രാദികളും എല്ലാം ശ്രീരാമ പട്ടാഭിഷേകത്തില് അയോധ്യയില് ഒന്നായി മേളിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഒന്നായി ഒരൊറ്റ ബിന്ദുവിൽ നിൽക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന അനുഭവം. അതാണ് രാമൻ പട്ടാഭിഷിക്തനായി തീരും, രാമൻ ദശരഥനെ പോലെ ചക്രവർത്തിയായി വാഴും എന്ന് സുമിത്ര പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ ഭാവിയിൽ നടക്കാനിരിക്കുന്നത് ഉൾപ്പെടെ ഇനിയും ഉണ്ടാവാം, ദീർഘിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഇങ്ങനെയുള്ള അനേകം അർത്ഥതലങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഈ 32 അക്ഷരങ്ങൾ സുമിത്രയിലൂടെ പ്രവഹിച്ചത്. രാമം ദശരഥം വിധി, മാം വിധി ജനകാത്മജാം, അയോധ്യാം അടവീം വിധി, ഗച്ഛ താത യഥാസുഖം എന്നിങ്ങനെ.